Hallelujah. In an amazing way, He tells us to do some things and we do according. ആമേൻ. പരിശുദ്ധാത്മാവ് പ്രത്യേക നിർദ്ദേശം തരുന്ന അനുസരിച്ച് നമ്മൾ അങ്ങനെ നീങ്ങും. We are a people who believe in the Holy Spirit. നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും And we ചെയ്യുന്നു. will move according to the move of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. There are people around us who are good people, morally upright. They read the Bible. They have their base in the Scripture. They are very good people, but nobody told them that there is a realm where Jesus Christ is alive. ആമേൻ. നമ്മുടെ ചുറ്റും ധാർമ്മികരായി നല്ലതുപോലെ ജീവിക്കുന്ന ബൈബിളിലൊക്കെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ തലങ്ങളെപ്പറ്റി യേശു ക്രിസ്തു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള തലത്തിൽ അവർ ജീവിക്കുന്നില്ല. We are Pentecostal because we have the Holy Spirit with us. പരിശുദ്ധാത്മാവിൻ്റെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത്. Somebody asked me, don't you have Christmas? ചിലർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കത്തില്ലേ? I said, I'm not legalistic about Christmas. എനിക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. I'm not legalistic. That means I'm not strict about not having Christmas or having Christmas. അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുകയോ ആഘോഷിക്കാതിരിക്കുകയോ ചെയ്യുക, ഇതിനെപ്പറ്റി പിടിവാശിയൊന്നും എനിക്കില്ല. No, many people we are able to reach out because of Christmas. ക്രിസ്മസ് മുഖാന്തരം നമുക്ക് ഒത്തിരി പേരെ യേശുവിലേക്ക് നേടാൻ പറ്റും. Our associate church in Punjab, they had such an amazing time during Christmas. Hundreds of people came to that meeting. Hundreds of people came to that meeting. ആമേൻ. നമ്മളോട് ബന്ധമുള്ള പഞ്ചാബിലെ സഭയിൽ ക്രിസ്മസിനോടുള്ള ബന്ധത്തിൽ ഒത്തിരിയും പേര് പുതുതായിട്ട് വിശ്വാസികളായി വരുന്നുണ്ട്. So many people who are sensible, they use that time to draw people to Christ, because all over the world everybody is saying the birthday of Jesus is during Christmas, right? ആമേൻ. യേശുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ക്രിസ്മസ് ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ഒരുപാട് ദൈവസഭകൾ ആ സാഹചര്യം മുതലാക്കി അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കാറുണ്ട്. But at the beginning of this country, the Puritans and the Quakers, they never had Christmas. എന്നാൽ ഈ രാജ്യത്തിൻ്റെ ആരംഭത്തിൽ പ്യൂരിറ്റൻസിനും ക്വേക്കേഴ്സിനും അവർ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നില്ല. And there are many people like that who don't celebrate Christmas. അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാത്ത ഒത്തിരി പേരുണ്ട്. And one of the reasons is what is written in the Scripture. അതിൻ്റെ ഒരു കാരണം ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. It says, why do you give importance to days and seasons? അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ ദിവസങ്ങളും കാലങ്ങളും എന്തുകൊണ്ട് ആചരിക്കുന്നു? Now Paul was speaking about a group of people who were falling from grace. അവർ കൃപയിൽ നിന്ന് വീണുപോയ ഒരു കൂട്ടം ആളുകളോട് അപ്പോസ്തലനായ പൗലോസ് I think he സംസാരിക്കുക. was speaking to the Galatian church. ഗലാത്യ സഭയോടാണ് The സംസാരിക്കുന്നത്. Galatian church was falling and already fallen. ഗലാത്യ സഭ വീണുകൊണ്ടിരിക്കുകയാണ്, വീണ് കിടക്കുകയാണ്. And Paul was writing to them. പൗലോസ് അവർക്ക് എഴുതുകയാണ്. And Paul also told them why they were falling. പൗലോസ് അവർ വീഴുന്നതിൻ്റെ കാരണം പറഞ്ഞു. He said, there are Judaizers in your midst. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ യഹൂദ മര്യാദകൾ പഠിപ്പിക്കുന്നവരുണ്ട്. That means there were a group of people. അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ, They were born again. അവർ വീണ്ടും ജനിച്ചതാണ്, They were baptized. അവർ സ്നാനപ്പെട്ടതാണ്, They were filled with the Holy Spirit. പരിശുദ്ധാത്മ നിറഞ്ഞവരാണ്. But they did not have light about Jesus. എന്നാൽ യേശുവിനെ പറ്റി അവർക്ക് ശരിയായ വെളിച്ചമില്ല. So they said, our forefathers had all these days and months and years. Let us also do that. അല്ലേ, അവർ പറഞ്ഞു ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തു, അതുകൊണ്ട് നമുക്കും ചെയ്യാം. So now Paul says in 4:10, Galatians 4:10, you observe days and months and times and years. And then he says something very serious. I'm afraid of you if I have bestowed upon you labor in vain. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർ 4:10 പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ നിങ്ങളെപ്പറ്റി ഭയപ്പെടുന്നു, നിങ്ങൾ കൃപയിൽ നിന്ന് വീണ് കിടക്കുകയാണ്, നിങ്ങൾ ദിവസങ്ങളും കാലങ്ങളും മാസങ്ങളും ഒക്കെ ആചരിക്കുന്നു, ഞാൻ നിങ്ങളെപ്പറ്റി ഭയപ്പെടുന്നു എന്ന് പറയുന്നു. So that is the tradition that we follow in our church. നമ്മുടെ സഭയിൽ ഈ പാരമ്പര്യം നമ്മൾ പിന്തുടരുന്നത്. But we don't kill people because somebody wanted to cut a cake at home, or that's not the way we are. We are not legalistic, but we are people with knowledge. I hope you understand that. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്മസ് എന്നുള്ള പേരിൽ ഒരാളുടെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഒരു കേക്ക് കട്ട് ചെയ്തുകൊണ്ടോ അത് തെറ്റായി പോയെന്ന് പറഞ്ഞ് നമ്മൾ കൊടി പിടിക്കാനൊന്നും വരത്തില്ല. That is legalism. അതാണ് ലീഗലിസം എന്ന് പറയുന്നത്. It should never do that. അങ്ങനെ ചെയ്യരുത്. Somebody wants to cut a cake in their house in the church. Who are we to question them? We have no business to question people. ആമേൻ. ആരെങ്കിലും ഒരു ക്രിസ്മസ് കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ നമ്മളാരാ? That is religion. അതാണ് മതം. But this is the tradition which we follow. എന്നാൽ നമ്മൾ പിന്തുടരുന്ന ഈ പാരമ്പര്യമാണ്. Because we don't go and worship a statue, or we don't say, oh, this is Jesus, this is statue, Jesus is here. Even you all know that, don't you? We don't do that. ഹല്ലേലൂയ. നമ്മൾ പോയൊരു പ്രതിമയുടെ മുമ്പിൽ പോയി ഇത് യേശുവാണ് അല്ലെങ്കിൽ ഇത് ഇന്നാരാണ് ഇത് പുണ്യാളനാണെന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ മുമ്പിൽ കുമ്പിടാറില്ല. Now, some of you say it's okay, we know it, Pastor. What is wrong in having one or two statues in my home or have a thing? The thing is, your next generation will see this. They may not know the Scripture. They will go into the world without knowing the truth. So it's your job to make your children understand
why we don't give so much of importance to days, months, years. At the same time, why we don't go around cutting people and shouting at them and screaming at them. What? You had a Christmas? You will go to hell? See, this kind of talk has made a beautiful church at one time to be very legalistic. ആമേൻ ആമേൻ. അങ്ങനെ നമ്മൾ പാരമ്പര്യത്തിൻ്റെ പുറകെ പോയി ഓരോന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വരും തലമുറ തെറ്റിപ്പോവാൻ ഇടയാകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. 90% of youngsters in legalistic church don't want to stay there. ആമേൻ. 90% അങ്ങനെയുള്ള സഭകളിൽ പോകുന്ന യൗവനക്കാർക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല. Because the forefathers mean good. ഹല്ലേലൂയ. പൂർവ്വപിതാക്കന്മാർ നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണ്. Is there no Christmas? ഒരു പറഞ്ഞു ക്രിസ്മസ് ആചരിക്കല്ലേ, They are saying the right thing, പറഞ്ഞത് ശരിയാണ്, but the spirit is wrong. എന്നാൽ പറഞ്ഞത് ഏത് തെറ്റായ Whereas ആത്മാവിലാണ്. they can tell the children, see, this is the thing, these are the things, Christmas. Can you imagine? Winter. You think the shepherd will go out with the flock and sit there when it is so cold? You know, you can ask them, think about it. Or, you know, I want you to know, between December 21st and 25th, this is known as the winter solstice. That is the time when all the witchcraft people, the witches and the warlocks in the world, they get together. They have their annual convention. You may be surprised. Stotram. Even when I'm preaching this, I'm under, Hallelujah. you know I can be attacked spiritually, but I want you to know, how come they plan Christmas on a day like this? ഹല്ലേലൂയ. Some people say it is a tradition where Saint Nicholas, a great Saint Nicholas was a bishop who lived in the 4th or 5th century. He was a good man. He used to go to different houses, poor houses, give gifts to children. Some people say it was his birthday. Somewhere along the way, we can easily prove it was not the day Jesus was born. It's very clear. Some people ask me, Pastor, we all know all these things. What is wrong in having a little extra biryani? Nothing wrong. But you should make your children understand. ആമേൻ. I hope this is very clear. And Paul, the Bible, which is very clear, says, why do you give so much of importance to days and seasons? So I hope it's very clear to you. ആമേൻ ആമേൻ. ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കരുതെന്ന് വചനം നമ്മൾ വ്യക്തമായി പറയുന്നു. നമുക്കറിയാമല്ലോ ക്രിസ്മസിനെ പറ്റി. ക്രിസ്മസ് ഈ കാലഘട്ടത്തിലല്ല യേശു ജനിച്ചതെന്ന് വളരെ വ്യക്തമായി ദൈവവചനം നമ്മോട് പറയുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അതിലെ ദുഷ്ടാത്മാക്കളും മന്ത്രവാദികളും ദുർമന്ത്രവാദികളൊക്കെ ഒത്തിരി ആഭിചാരവും ക്ഷുദ്രങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ വർഷത്തിൻ്റെ അവസാനമുള്ള തണുപ്പ് സമയം എന്ന് പറയുന്നത്. നമുക്കിതറിയാം. എന്നാൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് അവർക്ക് ഇടർച്ച വരാതിരിക്കത്തക്കവണ്ണം അവരിത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. Discipline without knowledge is bad. ഹല്ലേലൂയ. അറിവില്ലാത്ത അച്ചടക്കം തെറ്റാണ്. Discipline with knowledge. ഹല്ലേലൂയ. അറിവോടുകൂടിയ അച്ചടക്കമാണ് നമുക്ക് Make ആവശ്യം. them understand. Make your children understand why it is wrong to do such and such a thing. ആമേൻ. കുഞ്ഞുങ്ങളെ നമ്മൾ ബുദ്ധിയോടുകൂടി പറഞ്ഞ് സാവധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് പ്രയോജനം. And pray over them. അവരുടെ മേൽ They പ്രാർത്ഥിക്കും. will follow the footsteps of the Lord. അവരെ കർത്താവിൻ്റെ പാദത്തെ പിന്തുടരും. Same thing in every case. Let's move forward to Luke 21. നമുക്ക് ലൂക്കോസ് 21 നോക്കാം. We look into 4 verses today. 4 വാക്കുകൾ നമുക്ക് നോക്കാം, വാക്യങ്ങൾ. Luke 21, 1 to 4. ലൂക്കിന്റെ 21 1 4 And വരെ. Jesus looked up and saw the rich men casting their gifts into the treasure. ആമേൻ. യേശു കർത്താവ് തല ഉയർത്തി ധനവാന്മാർ ഭണ്ഡാരത്തിൽ ഇടുന്നത് കണ്ടു. He also saw a certain poor widow casting in their 2 mites. എന്നാൽ ദരിദ്രയായ ഒരു വിധവ 2 ചില്ലിക്കാശ് ഇടുന്നത് കണ്ടു. And Jesus said, of a truth I say to you, that this poor widow has cast in more than they all. ഹല്ലേലൂയ. ഈ വിധവ മറ്റെല്ലാവരെക്കാളിലും അധികമായിട്ടിരിക്കുന്നെന്ന് സത്യമായി നിങ്ങളോട് പറയുന്നെന്ന് യേശു പറഞ്ഞു. For all this have of their abundance cast in unto the offerings of God, but she of her penury hath cast in all the living that she had. ആമേൻ. മറ്റുള്ളവരെല്ലാം അവരുടെ സമൃദ്ധിയിൽ നിന്നിട്ടപ്പോൾ ഈ വിധവ അവരുടെ ഇല്ലായ്മയിൽ നിന്ന് ഇട്ടു എന്ന് യേശു കർത്താവ് പ്രത്യേകം പറഞ്ഞു. Now the first message to all of us we know, because we all have become Christians long time ago. We know the messages, we have heard many messages. The first message that comes, God is interested in the heart and not in the substance. ആമേൻ. ഒന്നാമത് നമുക്ക് കിട്ടുന്ന സന്ദേശം ഇതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സന്ദേശമാണിത്. ഒന്നാമത്തെ സന്ദേശം ഇതാണ്: ദൈവം ഒരു വ്യക്തിയിൽ പ്രസാദിക്കുന്നത് അവൻ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിലല്ല, അവൻ്റെ ഹൃദയം എപ്രകാരമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. We already told that. I already told you about from the sacrifice of Abel, so I don't want to go into that. ആമേൻ. ഹാബേലിൻ്റെ ആ ഉദാഹരണത്തിൽ കൂടെ നമുക്ക് മനസ്സിലായല്ലോ. So God was looking into her heart കർത്താവ് അവളുടെ ഹൃദയത്തിലേക്ക് and നോക്കിയപ്പോൾ he was pleased. കർത്താവ് തൃപ്തിപ്പെട്ടു. Now we are going to look into certain other aspects in this 4 verses, which the Holy Spirit is going to give it to us now. ആമേൻ. പരിശുദ്ധാത്മാവ് തരാൻ പോകുന്ന മറ്റ് ചിന്തകൾ ഈ 4 വാക്യങ്ങൾ നമുക്ക് നോക്കാം. Now if you read the Holy Bible with the Holy Spirit, number 1, the Holy Spirit will keep on speaking to you, strengthening your heart,
And then if you have a ministry, God will give you the word which people in the church need to listen to. ആമേൻ. പരിശുദ്ധാത്മാവിൽ നമ്മൾ ഈ വിശുദ്ധ വചനത്തെ നമ്മൾ ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഒത്തിരി ഉൾക്കാഴ്ചകൾ തരും. അത് നിങ്ങളെ ദൈവജനത്തിന് കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ആഴമേറിയ ചില ചിന്തകളായിട്ട് ദൈവം നമുക്ക് തരും. Verse 1, he looked up. Jesus looked up and saw the rich men casting their gifts into the treasury. ആമേൻ. യേശു കർത്താവ് തല ഉയർത്തി ധനവാന്മാർ ഭണ്ഡാരത്തിൽ ഇടുന്നത് നോക്കി. Now when I was reading it, this thought Jesus looked up came to me in a very special way. ഞാനിത് ഈ വചനം വായിച്ചപ്പോൾ കർത്താവ് മുകളിലേക്ക് നോക്കി എന്നുള്ള വാക്ക് എന്നെ സ്പർശിച്ചു. Now you see, when you give in the old covenant, you give where there is a place of offering, sacrifice of offerings. It's mostly kept in the outer court where the people have to come. There is one door, offering of sacrifice. That door you have to get inside. That is the same route which they used to bring all the bullocks and the goats and calves and all these things have to be brought in. That is the same way people who want to give an offering also give. When I was reading it, I felt this was somehow people were looking up to all the donors. In other words, even then in the Jerusalem, people gave a lot of importance to rich people who were giving. ആമേൻ. കർത്താവ് യേശുവിൻ്റെ കാലഘട്ടത്തിലും യെരുശലേമിലുള്ള ആളുകളെല്ലാം ധാരാളമായിട്ട് കൊടുക്കുന്നവരെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് അവർ പ്രത്യേകം നോക്കിക്കൊണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ. You know, as I've told you, you give more or less, it is God who knows. ആമേൻ. നമ്മൾ കൂടുതൽ കൊടുത്താലും കുറച്ച് കൊടുത്താലും ദൈവമാണ് അത് അറിയുന്നത്. He's the only person who might, if at all he is bothered, at the end of the year, whoever has given a check, they receive. You all know that you get a tax exemption at the end of the year. We never tell people, hey, you'll get tax exemption. We never tell people that. But those who willfully give, we have made it a point that they get a tax exemption from the church. Apart from that, nobody in the church cares, or we don't know, and we don't want to know what every one of you give. We keep it private. But there, everybody could see. For example, the rich Pharisee would go there in front of everybody. He would do this in front of everybody. He'll try to show off. Everybody was kind of looking up to these kind of things. Money was the most important thing. Money was some kind of a mighty thing, even in the temple. ആമേൻ. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ആലയത്തിലും ആ കാലഘട്ടത്തിൽ പണം ഒത്തിരി ശക്തയേറിയ ഒരു കാര്യമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ചർച്ചിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നവർക്ക് അത് നമ്മൾ രഹസ്യമായിട്ട് അവർക്ക് ആ ഇയർ എൻഡിങ് വരുമ്പോൾ അതിനുള്ള റെസിപ്റ്റുകൾ കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മളത് പബ്ലിസിറ്റി ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ അവർ ഈ പണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. Now Jesus looked up. ഇപ്പോൾ യേശു കർത്താവ് മുകളിലേക്ക് നോക്കി. What does it mean? Point number 2, when Jesus looked up, he was looking at God the Father. ആമേൻ. യേശു ഉയരത്തിലേക്ക് നോക്കി എന്ന് പറഞ്ഞപ്പോൾ യേശു പിതാവാൻ ദൈവത്തെ നോക്കി. The Holy Spirit has put this thought in my heart, people of God, that Jesus looked up first to the heights of men, and then Jesus looked up to his heavenly Father. ആമേൻ. യേശു കർത്താവ് ഒന്നാമത് മനുഷ്യരുടെ അവരുടെ ഉയരത്തിൽ നോക്കി, എന്നിട്ട് തന്റെ പിതാവിനെ നോക്കി. The same pattern that you see in Psalms 121. 121 സങ്കീർത്തനത്തിൽ നമുക്ക് അതേ പാറ്റേൺ കാണാം. I will look up unto the hills, from whence will my help come from? No, my help comes from the Lord which made the heaven and the earth. Jesus looked up at the people because there was money. But then Jesus knew that was not where he was supposed to look. He began to look at his heavenly Father, and when he looked at his heavenly Father began to show him the hearts of people. ആമേൻ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം ഇവിടെ നിന്ന് വരുന്നു, ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ വരുന്നു എന്ന് തിരുവചനം പറയുന്നത് പോലെ കർത്താവ് യേശു ക്രിസ്തു ആ പണത്തെ പറ്റി ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ആ തലമുറയിൽ, ആ സമൂഹത്തിൽ യേശു കർത്താവ് അവരെ നോക്കി. അതിനുശേഷം കർത്താവ് പിതാവിനെ നോക്കിയപ്പോൾ പിതാവ് ആ കൂടി വന്ന ജനത്തിൻ്റെ ഹൃദയത്തെ കർത്താവ് യേശുവിന് വെളിപ്പെടുത്തി. You see, when Jesus looked up to the Father, he saw the Father looking at the hearts of all the people that were putting money there. ആമേൻ. കർത്താവ് യേശു ക്രിസ്തു പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ കൂടി വന്ന ജനം പണം ഇടുന്ന എല്ലാവരുടെയും ഹൃദയത്തെ കർത്താവ് യേശു ക്രിസ്തുവിന് പിതാവ് വെളിപ്പെടുത്തി. And then God would have told the son, that widow there, did you see that widow, my son? That widow? You see that widow? പിതാവ് ദൈവം യേശുവിനോട് പറഞ്ഞാണ്, മോനെ നീ ഈ വിധവയെ കണ്ടോ? See how much she has put. അവൾ ഇട്ടത് കണ്ടോ? You see, you cannot sit at that place where Jesus is and look to how much everybody is giving. You can't. It's not possible. He had to see it in the spirit. Church, are you getting an answer? ആമേൻ. ഓരോരുത്തരും എത്ര ഇട്ടുവെന്ന് നമ്മുടെ ഈ പുറത്തെ ബാഹ്യ കണ്ടുകൊണ്ട് നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവാത്മാവിൽ ദൈവം പിതാവ് എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പിതാവ് യേശുവിന് വെളിപ്പെടുത്തി. And then Jesus tells his disciples, guys, I want you to know, of a truth I say to you, this poor widow has cast in more than they all.
എന്നിട്ട് കർത്താവ് ഒരു സത്യം അവരോട് പറയുകയാണ്, ഈ ദരിദ്രയായ വിധവ മറ്റുള്ളവരെക്കാൾ So എല്ലാവരെയും always remember, look up to God to see what God wants to show you. Don't look at people. Don't look at people's ideas. Look up to God. Look up to God, because it is God who will open our hearts and open the hearts of people to see exactly what God has in mind. It's always good to have a godly perspective of things. ആമേൻ. കാര്യങ്ങളെപ്പറ്റി ദൈവികമായൊരു കാഴ്ചപ്പാട് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. എപ്പോഴും മനുഷ്യരുടെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ ഉപരിയായി പിതാവായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ദൈവം നമ്മൾ അറിയേണ്ട കാര്യങ്ങളെ നമുക്ക് അറിയിച്ചു തരും. ആ കാഴ്ചപ്പാടാണ് നമുക്ക് And ആവശ്യം. that's how you pray. അതിനാണ് നമ്മൾ We പ്രാർത്ഥിക്കുന്നത്. never pray seeing what people tell you externally. ആളുകൾ പുറമേ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. We don't look at people externally. We look at people from the heart. Somebody said an amen to that. ആരെ നമ്മൾ പുറമേ നോക്കത്തില്ല, ആളുകളെ ഉള്ളിൽ നിന്ന് കർത്താവ് വിവേചിച്ച് തരുന്നതനുസരിച്ച് നമ്മൾ When we വിവേചിക്കുന്നത്. pray, the Holy Spirit will tell us, show us the real condition of the heart, people's heart. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ അവസ്ഥയെ കാണിച്ചു തരും. And then the Holy Spirit tells us what to pray for them. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ പഠിപ്പിക്കും. Then you can see genuine deliverance is happening. അപ്പോഴാണ് യഥാർത്ഥ വിടുതൽ സംഭവിക്കുന്നത്. Hallelujah. Amen. Jesus said two statements about this lady and the rest of the people who were making offerings. ആമേൻ. ഈ വിധവ ഭണ്ഡാരത്തിൽ പണം ഇടുന്നവരുടെയും വിധവയെ പറ്റി രണ്ട് പ്രത്യേകമായിട്ടുള്ള പ്രസ്താവനകൾ യേശു നടത്തി. Number one, Jesus said this widow has put more than all the other guys. ഒന്നാമത് യേശു കർത്താവ് പറഞ്ഞു, മറ്റുള്ള എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു. So you may think, Pastor, are you saying the more we give, God is happy with the more? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറയും, കൂടുതൽ ഇത് നമ്മൾ കൊടുത്താൽ അതുകൊണ്ട് ദൈവത്തിന് സന്തോഷമാണോ? The more that Jesus saw there was the heart with which it was given. ആമേൻ. ഈ സ്ത്രീയെ പറ്റി കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞത് അവൾ കൊടുത്ത പണത്തിന്റെ കൂടുതലല്ല, എന്നാൽ അവളുടെ ഹൃദയത്തിന്റെ ആ കൂടുതലാണ്. The heart is like a vessel in which you put your offering unto God. It can be praise, it can be singing a song, it can be preaching the word, it can be giving money, it can be calling a man of God into your house and giving food, it can be anything, but an offering unto the Lord always comes from the heart. The heart is the vessel. ആമേൻ, ആമേൻ. ഹൃദയമാകുന്ന ആ പാത്രത്തെയാണ് ദൈവം നോക്കുന്നത്. ആ പാത്രത്തിൽ നമ്മളൊരു ദൈവദാസന് ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ പണം കൊടുക്കുകയോ ചർച്ചിൽ പണം കൊടുക്കുകയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊടുക്കുകയോ അനാഥരെ സംരക്ഷിക്കുകയോ എന്ത് ചെയ്തു കഴിഞ്ഞാലും ദൈവം നോക്കുന്നത് ആ പണത്തെ അല്ല, അത് ഏത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഹൃദയമാകുന്ന പാത്രത്തെയാണ്. And then when God blesses you back, എന്നിട്ട് ദൈവം നമ്മളെ തിരികെ അനുഗ്രഹിക്കും. I want you to know, church, God is nobody's debtor. ഞാൻ ഇന്ന് പൽക്കാലം നിങ്ങളുടെ വീണ്ടും ഊന്നി പറയട്ടെ, കർത്താവ് ആർക്കും കടക്കാനല്ല. If you do something for the kingdom, നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി if എന്തെങ്കിലും you give ചെയ്താൽ, to the Lord, നിങ്ങൾ കർത്താവിന് കൊടുത്താൽ, the Lord is nobody's debtor. കർത്താവ് ആർക്കും കടക്കാനല്ല. Immediately he'll give it back. പെട്ടെന്ന് ദൈവം മടക്കി തരും. He is nobody's debtor. കർത്താവ് ആർക്കും കടക്കാനല്ല. I remember many years ago in Bangalore, in the early years of my Christian life, I was walking on the streets, and this little fellow, he was, he was stinking, and he had shorts. He came to me, and I was just walking, Suddenly he came to me and said, "Anna, pashikidana." The way he said, I just started. Pashikida means I'm hungry. He was looking at me. Anna means elder brother. So, elder brother, I'm hungry. So, I looked into my purse. I had 5 rupees. In those days, 5 rupees. I'm talking about 35 years. 5 rupees is a lot of money. I'm a student. That is for my lunch. I can live my lunch and supper. But when I saw this, my heart just cried out. I immediately said, "Thambi, go and eat whatever you want." You know what happened? 2 days later, an aunt in the United States who did not have much to do with me, she sent me a check. I was surprised. That was at least 5,000 Indian rupee. Amen. Then that is the day I learned, when God tells you to give with a good heart. Praise the Lord. I was actually putting it in the hand of that little boy. Nobody knew. It was a street there. Nobody knew. It was a side street. Who cares? Who knows? Amen. And I'm still blessed by that giving. Hallelujah. I just remembered that. ആമേൻ. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ 10-35 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പാവം പിടിച്ച ഒരുത്തൻ, അല്ലെങ്കിൽ വളരെ കീറിപ്പറഞ്ഞ തുണിയും നാറ്റം വമിക്കുന്ന ഒരു സഹോദരൻ, ഒരു യൗവനക്കാരൻ എന്നോട്, വിശക്കുന്നു ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അയാളോട് ആർദ്രത തോന്നി. എൻ്റെ പേഴ്സിലുണ്ടായിരുന്ന 5 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയൊരു തുകയാണ്. ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാനുണ്ട്. അത് അവന് കൊടുത്ത ശേഷം പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാത്ത ഒരു ആൻറ്റി അമേരിക്കയിൽ നിന്ന് എനിക്ക് 5000 രൂപയോളം വരുന്നൊരു തുക
കർത്താവ് ആ സഹോദരി ആ പ്രിയപ്പെട്ടവൾ കൂടി എനിക്ക് തരാനിടയായി. പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം, ഹൃദയത്തെ ഉൾപ്പുകളെ ആരായുന്ന ദൈവം, നമ്മൾ ഏത് മനോഭാവത്തോടുകൂടി മറ്റുള്ളവർ പ്രതികരിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. അമർത്തിക്കുലുക്കി കവിയുന്ന നല്ല വിളവ് നമുക്ക് തരും. So we're not doing it to get something, but God is nobody's debtor. ആമേൻ. നമ്മൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതല്ല. See, I did not start a street ministry and say I'll give to poor people so I can expect something from America. No, that's not what I did. ആമേൻ. But ആമേൻ. remember, God is nobody's debtor. We must always remember this. ആമേൻ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവ് നമുക്ക് And ധാരാളമായി. because God is nobody's debtor, how does He give it back to you? ആമേൻ. കർത്താവ് ആർക്കും കടക്കാരനല്ലാതുകൊണ്ട് എങ്ങനെയാണ് ദൈവം മടക്കി This തരുന്നത്? is what our church, what I want you to know. ഇതാണ് നമ്മൾ ഈ സഭ അറിയേണ്ടത്. Some people in America teach you prosperity gospel. ആമേൻ. അമേരിക്കയിലുള്ള ചിലരുടെ പ്രോസ്പെരിറ്റി, സമൃദ്ധിയുടെ That സുവിശേഷം means, പറയും. Brother Imran, you put $10, you'll get $100 in 1 week. That is prosperity gospel. ഹല്ലേലൂയ. അത് നിങ്ങൾ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ 100 രൂപ കിട്ടുമെന്ന് അവർ പഠിപ്പിക്കും. Bible doesn't say that. വചനം അങ്ങനെ പറയുന്നില്ല. Let all grace be multiplied to you. വചനം പറയുന്നത് സകല കൃപയും നിന്റെ മേൽ പെരുകുമെന്ന്. That is biblical teaching. അതാണ് ബൈബിളിക്കൽ And പഠിത്തം. that grace can give you money, that grace can give you health, that grace can give you favor. Nobody may get a job, you may get a job. Amen. Other people may be sick, you may not be sick. Hallelujah. You may not have to go to, there are so many things in grace. Grace is more important than money, beloved saints. ആമേൻ. ആമേൻ. കൃപ നമ്മുടെ മേൽ പെരുകുമ്പോൾ നമുക്ക് പണമായിട്ടായിരിക്കത്തില്ല. നിന്റെ ആരോഗ്യം, നിന്റെ കുടുംബജീവിതം, നിന്റെ സന്തോഷം, നിന്റെ സമാധാനം, നീ ആയിരിക്കുന്ന തൊടുതലത്തിൽ ദൈവത്തിന്റെ സമൃദ്ധിയും സമാധാനവും സന്തോഷവും നിന്റെ മേൽ കടന്നു വരുവാൻ ഇടയായി തീരും. അതാണ് ദൈവത്തിന്റെ കൃപ. So my point is, when you give to God, അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ you're holding a vessel of your heart, നമ്മുടെ ഹൃദയത്തിന്റെ പാത്രത്തെ നമ്മൾ പിടിക്കുക. and God is going to give back this vessel, into this vessel what? Grace. ആമേൻ. ആമേൻ. നമ്മൾ ഏത് പാത്രത്തിൽ നിന്ന് കൊടുത്തുവോ അതേ പാത്രത്തിലേക്ക് ദൈവത്തിന്റെ കൃപയെ ദൈവം നിറയ്ക്കുക. That is the point I want to tell you. That heart must be clean. ആമേൻ. നമ്മൾ ആ കൊടുക്കുമ്പോൾ ആ ഹൃദയം ശുദ്ധമായിട്ട് വിശുദ്ധമായിട്ടുള്ളതായിരിക്കും. The Bible says, വചനം പറയുന്നു, God is able to make all grace abound towards you, that you having all sufficiency in all things will abound to every good work. ആമേൻ. നിങ്ങൾ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് സകല കൃപയെ നിങ്ങൾ നിറയ്ക്കാൻ ദൈവം ശക്തനാണെന്ന് വചനം പറയുന്നു. That word, my beloved, is so powerful. ആ വചനം എത്ര ശ്രേഷ്ഠമാണ്. Actually, that word comes with the giving. ആമേൻ. ആമേൻ. അത് കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് ആ വചനം പറഞ്ഞിരിക്കുന്നത്. Yeah, Paul tells it to the Corinthian church. Guys, you have been raising up this finance for the whole year. Now we are going to give it to our poor brothers and sisters here and there. Now remember, may the grace Hallelujah. of our Lord Jesus, all grace, Amen, all grace, God Hallelujah. is able to make all grace Amen. abound towards you, Hallelujah. that you always having Amen, all amen. sufficiency Hallelujah. in all things Hallelujah. will abound to every good. Praise the Lord. ആമേൻ. കർത്താവിനോടുള്ള മനോഭാവം നിമിത്തം സാധുക്കൾക്ക് ഇല്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ, കർത്താവിന്റെ ഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ, അതിനെപ്പറ്റിയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്ക് സകല കൃപയും നിങ്ങളിൽ പെരുക്കി നിങ്ങൾ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി നിറഞ്ഞ് കവിയുന്ന അനുഭവം നിങ്ങൾ തരുവാൻ ദൈവം ശക്തനാണെന്ന് ഈ കൊടുക്കലിനെ പറ്റിയാണ് അപ്പോസ്തലൻ പറയുന്നത്. Hallelujah. So remember, whenever you give, you will get back. ആമേൻ. ഓർക്കേണ്ട കാര്യം, കൊടുത്താൽ നിശ്ചയമായി മടക്കി കിട്ടിയിരിക്കും. But sometimes it delays എന്നാൽ ചിലപ്പോൾ അത് കാലതാമസം വരാം. because എന്തെന്നാൽ something in the heart needs to be set right. നമ്മുടെ ഹൃദയം ശരിയായി തീരേണ്ട Now, ആവശ്യമാണ്. if you are a committed Christian, if your desire is to go to heaven, നിങ്ങൾ സമർപ്പണമുള്ള ക്രിസ്ത്യാനിയാണ്, നിങ്ങളുടെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ definitely God will start mending your heart. നിങ്ങളുടെ ഹൃദയത്തെ ദൈവം നിശ്ചയമായും പണിതെടുക്കും. You say, God, I've been giving tithe regularly with a good heart. I have no bad issues. God may be looking at the way you spend your money. ആമേൻ. ആമേൻ. ഒരു പക്ഷേ നമ്മൾ പറയും, ദൈവമേ ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാത്തിലും വിശ്വസ്തനായി ദശാംശം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയായ പ്രതിഫലം കിട്ടുന്നില്ലെങ്കിൽ ഒരു പക്ഷേ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെയും നമ്മുടെ രീതികളെയും നോക്കും. എങ്ങനെ പണം Are you a ചെലവാക്കും, spendthrift? നമ്മൾ പണം എങ്ങനെ You ചെലവാക്കും. put 10% in the church. I'm giving in a good spirit. I don't want anything back. But supposing you go into a store, you suddenly see a lot of things and you're overtaken. Oh my God, it is not according to my budget. I want to buy everything. This and that and that and this. We need a change there. God is interested in the complete heart. ആമേൻ. ഒരു പക്ഷേ നമ്മൾ ദശാംശം കൃത്യമായി കൊടുക്കുന്നവരാണെങ്കിലും കടയിൽ പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ കണ്ട് അതിൽ മോഹിച്ച് അതിനെപ്പറ്റി നമ്മുടെ ഹൃദയം അസ്വസ്ഥമായിട്ടും ദൈവം തന്നിരിക്കുന്ന പണത്തെ ശരിയായി വിനിയോഗിക്കാത്തവരാണെങ്കിൽ അവിടെ ഒരു ക്രമീകരണം ദൈവം ആഗ്രഹിക്കും. And then you say, it's okay. This month I'll use the credit card. ആമേൻ. അപ്പോൾ ചിന്തിക്കും, ഞാൻ ഈ മാസം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും. Next month onwards I will do
I'll take care of that. ആമേൻ. അടുത്ത മാസം തൊട്ട് ഞാൻ എന്നെ ക്രമീകരിച്ചോളാം. Suddenly, unexpectedly, an expense will come. പെട്ടെന്ന് അറിയാതെ ഒരു ചെലവ് വന്നു. What is God's grace for you? ദൈവത്തിന്റെ കൃപ എന്താണ്? That you may increase. നിങ്ങൾ വർദ്ധിക്കണം. Every month there should be some saving. എല്ലാ മാസവും ഒരു സേവിങ് വേണം. At least $10 you should save a month, which is a good practice. ആമേൻ. കുറഞ്ഞ $10 ഒരു മാസത്തിൽ സേവ് ചെയ്യുന്ന നല്ല We are പ്രാക്ടീസ്. not people who in Malayalam we say damn deem, you get to $2,000 every month, you spend $4,000, $2,000 on the credit card. Again, you give tithe also. One day a person asked me, shall I tithe in my credit card? I said, are you crazy? Who told you all this nonsense? ആമേൻ ആമേൻ. 2000 കിട്ടുമ്പോൾ 4000 അടിച്ചു പൊളിക്കാൻ ഒരു ജീവിത രീതിയല്ല ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഞാൻ ടൈത്ത് തരട്ടെ? I said, you are borrowing from somebody and giving to God. ആമേൻ. മറ്റൊരാളുടെ കടം വാങ്ങിച്ച് ദൈവത്തിന് കൊടുക്കുകയാണോ? What you should do if you have only $2,000 every month or every week, every whatever it is, you cut aside for God first thing, then pray that you will be able to meet your minimum needs using what you have, and then pray for more money to God. Don't get into debt. ആമേൻ ആമേൻ. ദൈവം നിങ്ങൾക്ക് തരുന്നതിൽ നിന്ന് ദൈവത്തിൻ്റെ ഓഹരി ഒന്നാമത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കർത്താവേ എനിക്ക് ഇത് അനുഗ്രഹമായി, എൻ്റെ ആവശ്യങ്ങളെല്ലാം അനുഗ്രഹമായി നടത്തി തരുവാൻ തക്കവണ്ണം നീ ഇതിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അതിൽ കൂടെ ദൈവം അത്ഭുതമായി God നടത്തി can തരും. give you a job. നിങ്ങൾക്ക് ദൈവം ജോബിൽ തരും. Maybe just to make up for those days that you lost money, He can give you a job for 6 months, so some extra hours. For you, God can do that. Maybe not for the others in your workplace, but because He loves you, because you have a disciplined life before God, because your heart is right, God wants to mend your heart, God can open doors for you. ആമേൻ. നിനക്ക് അച്ചടക്കമുള്ള ഒരു ജീവിതം ഉള്ളതുകൊണ്ടും ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നീയുള്ള വ്യക്തിയായതുകൊണ്ടും നീ വിശ്വസ്തനായതുകൊണ്ടും നിനക്ക് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ദൈവ പ്രത്യേക കടാക്ഷത നിനക്ക് അധികം പണം തന്ന് നിന്റെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ജോലിയിലാകട്ടെ എവിടെയും നിന്നെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ കരം ശക്തിയുള്ള. My point is, God is interested in our entire heart. നമ്മുടെ മുഴു ഹൃദയത്തിലും ദൈവത്തിന് താല്പര്യമുണ്ട്. So don't be like people, I'm putting tithe. Every Sunday I'm putting money, so why can't I do what I want? My brothers and sisters, that's not the way God wants to develop your heart. He is concerned about every pie. He is concerned about every cent. Do you know He wants you to live a debt-free life? You should be in a position to give. ആമേൻ. How do you say that? Hallelujah. You are called not to borrow but to give. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ ഹൃദയത്തെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ടൈത്ത് കൊടുത്തു എന്നിട്ടുള്ള രീതിയിൽ എന്നതിന് ശേഷം നമ്മൾ തോന്നിയ പോലെ ജീവിക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. ദൈവം നമ്മൾ ചെയ്യുന്ന എല്ലാത്തിലും നമ്മൾ സമൃദ്ധിയുള്ളവരായി, നമ്മൾ ആരോടും കടം വാങ്ങിക്കുന്നവരായിട്ടല്ല, മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്ക സമൃദ്ധിയുള്ളവരായി നമ്മൾ ഓരോരുത്തരും ആകണമെന്നാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അതിന് തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ So when God gives you grace, He's looking at a heart which is perfect. If it is not, He is interested in making it perfect. Let's move on. ആമേൻ. ദൈവം തരുമ്പോൾ, ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ഹൃദയത്തെ നോക്കുകയാണ്. ആ ഹൃദയം പരിപൂർണമാകുമ്പോൾ അത് മറ്റുള്ളവർക്കും അനുഗ്രഹമാകുന്ന രീതിയിൽ. The second statement that Jesus makes, our Lord makes in verse 4, for all these have of their abundance cast in unto the offering of God. But this poor widow, out of her penury or poverty or nothingness, hath cast in all the living that she had. കർത്താവ് പറയുന്ന പ്രസ്താവന, രണ്ടാമത് പറയുന്ന പ്രസ്താവന ഇതാണ്: ഈ ഇട്ടവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിട്ടിരിക്കുമ്പോൾ ഈ ദരിദ്രയായ വിധവയോ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ളതൊക്കെയും What ഇട്ടു. does it mean? എന്താണ് അതിനർത്ഥം? See, all the other people are giving tithes, they're giving 10%, they have 90% back at home, they are comfortable, nothing wrong, they're rich, good. ആമേൻ. ഇവർക്കെല്ലാം ഇവർ കൊടുത്തവരെല്ലാം അവർ 10% കൊടുത്തു, 90% അവർക്ക് ബാക്കിയുണ്ട്, അത് അവർക്ക് ഇഷ്ടം പോലാണ്. This lady had only that 2 mite. എന്നാൽ ഈ സഹോദരിക്ക് 2 ചില്ലിക്കാശ് മാത്രമേ. I'm thinking like this. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, Out of that 2 mite, 1 must have been a tithe. ആമേൻ. ഈ 2 ചില്ലിക്കാശിൽ 1 തൻ്റെ ദശാംശമായിരിക്കും. The Bible says the tithe belongs to God. It is not hers, it belongs to God. ആമേൻ. ദശാംശം ദൈവത്തിന്റെ വകയാണ് എന്ന് വചനം പ്രത്യേകമായി പറയുന്നു. We're not doing anything when we give to tithe. It belongs to God. We have to do it. ആമേൻ. നമ്മൾ നമ്മുടെ ദശാംശ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് സഹായമോ സൗജന്യമോ ഒന്നും ചെയ്യുകയല്ല, അത് ദൈവത്തിന്റെ ഓഹരിയാണ്. Now again, there are a lot of teaching in the New Testament. We'll spend some other time. Those who are interested, you can ask me. Now the second part, the 1 mite, actually belonged to her. ആമേൻ. എന്നാൽ താൻ കൊടുത്ത രണ്ടാമത്തെ ചെല്ലിക്കാശ് ദൈവത്തിനുള്ളതല്ല, തൻ്റേതാണ്. That 1 mite, she had every reason to stop it, cut it into 4 or 3 or 2, but her heart kept telling her, no honey, you give the whole thing into the hands of the Lord. Give it to God, and she did that. ആമേൻ. എന്നാൽ ഒരു ചില്ലിക്കാശിനെ ഏത് രീതിയിൽ വേണം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം സഹോദരിക്കുണ്ട്. എന്നാൽ ദൈവം തൻ്റെ ഹൃദയത്തിൽ തൻ്റെ ഹൃദയം തന്നെ ദൈവത്തിന് അത് കൊടുക്കുവാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ താൻ ചെയ്തു. Why did she give? That's my question. എന്തുകൊണ്ടാണ് ഈ പ്രിയ സഹോദരി? What motivated her to give like that? Her nothing. What motivated her to give?
ഒന്നുമില്ലായ്മയിൽ ഇങ്ങനെ കൊടുക്കുവാൻ എന്താണ് അവൾക്ക് പ്രേരകമായി തീർന്നത്? If you and I can know the answer to that, I tell you, we have a rich Christian life. അതിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ നമ്മൾ ധനികരായ ക്രിസ്ത്യാനികളാണ്. Why was she able to have the confidence to give? കൊടുക്കാനുള്ള ധൈര്യം അവൾക്ക് എങ്ങനെ കിട്ടി? She was a widow. അവൾ വിധവയാണ്. She was cut off from the mainstream society of that time. ആ പ്രധാന ജനവിഭാഗത്തിൽ നിന്നും താൻ വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. Nobody cared for her. തന്നെ ആരും കരുതുന്നില്ല. Because the culture of that time was a widow. Oh, she became a widow. It's because of a curse. He said, now keep her away. ആ കാലഘട്ടത്തിൽ ഒരു വിധവ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവളാണ്. അവളിൽ നിന്ന് എല്ലാവരും അകന്നു മാറും. And of course, if she were a young widow, she had to be careful. എന്നാൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിയാണെങ്കിൽ താൻ വളരെ സൂക്ഷിക്കണം. Because she is pretty and she's good looking, there'll be all these wolves and all these foxes around her. പ്രത്യേകിച്ച് താൻ സൗന്ദര്യമുള്ള ഒരു യൗവനക്കാരിയാണെങ്കിൽ എല്ലാ കാട്ടുചെന്നായ്ക്കളും അവൾക്കെതിരെ കഴുകൻ കണ്ണുകളുമായി പുറവരും. She could not go anywhere. അതുകൊണ്ട് എങ്ങും പോകാൻ She had പറ്റത്തില്ല. to be so careful. അവൾ വളരെ So സൂക്ഷിക്കണം. she could not go out and work. അവൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. Even if she goes out and work, there will be these crooks looking at her. Oh, she's a widow. Have you seen a dog in a heat? There will be crooks like that. ആമേൻ. Lecherous, demonic character. ഹല്ലേലൂയ. ജോലിക്ക് പോയാലും അവിടെ ഇവിടെയും പല സ്ഥലങ്ങളിൽ പിശാച് ബാധിച്ച ചെന്നായ്ക്കൾ, ആട്ടിൻ തോല് ധരിച്ച ചെന്നായ്ക്കൾ പോലുള്ള കഴുകൻ കണ്ണുള്ളവർ അവളെ നോക്കിക്കൊണ്ടിരിക്കും. So this poor girl had no way to go. അതുകൊണ്ട് ഈ സഹോദരിക്ക് പാൻ എവിടെയുമില്ല. If she were an old widow, പ്രായമുള്ള there വിധവയായിരുന്നെങ്കിൽ was very little work that she can do. തനിക്ക് അല്പമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. Nobody is going to hire a lady above 50 in those days. അങ്ങനെ 50 വയസ്സ് പ്രായമുള്ളവരെ ആരും ജോലിക്ക് Maybe എടുക്കത്തില്ല. over 60. 60 വയസ്സിൽ കൂടുതലുള്ളവരെ എടുക്കത്തില്ല. In other words, everything about her was cut. ഹല്ലേലൂയ. കാരണം ഒന്നും അവർക്ക് സാധ്യതകളില്ലാത്ത. She was poor in the spirit. അവൾ ആത്മാവിൽ ദരിദ്രയാണ്. Are you getting this? She was poor in the spirit. അവൾ ആത്മാവിൽ ദരിദ്രയാണ്. The other people were rich. മറ്റുള്ളവർ സമ്പന്നരാണ്. She was so dependent on Almighty God. അവൾ കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നവളാണ്. Every day her sustenance came from God. തന്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്നത് ദൈവത്തിൽ നിന്നേ വരാൻ പറ്റൂ. 2 mites also came from God. ആ 2 ചില്ലിക്കാശ് ദൈവം കൊടുത്തതാ. She wanted to live a clean life. ഒരു ശുദ്ധമായ ജീവിതം താൻ She had a ആഗ്രഹിക്കുന്നു. relationship with God. ദൈവവുമായി തനിക്കൊരു ബന്ധമുണ്ട്. God said, I am your provider. ദൈവം പറഞ്ഞു, ഞാനാണ് നിനക്ക് She തരുന്നത്. had that confidence. അവൾക്ക് ധൈര്യമുണ്ട്. Therefore, when she came into the temple, അതുകൊണ്ട് അവള് ആലയത്തിൽ she വന്നപ്പോൾ must have come when probably not everybody was there. എല്ലാവരും ഉള്ളപ്പോഴായിരിക്കത്തില്ല വന്നത്. Because widow, she's a widow, she's a curse. She's coming into the temple to make an offering, that she had to come and put that to my Lord. You know that I love you so dearly. Here, take all that I have. ഹല്ലേലൂയ. മറ്റുള്ളവരില്ലാത്ത സമയത്തായിരിക്കും, ഒഴിഞ്ഞ സമയം നോക്കിയായിരിക്കും. കാരണം തനിക്ക് ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഏകയായിട്ട് വന്ന് കർത്താവേ എൻ്റെ കയ്യിലില്ല, എൻ്റെ 2 ചില്ലിക്കാശേ ഉള്ളൂ, അത് മുഴുവൻ ഞാൻ അങ്ങേക്ക് തരികയാണെന്ന് പറഞ്ഞ് അവളത് അർപ്പിച്ചു. I am sure she never lacked anything in her life. ഞാൻ വിശ്വസിക്കുന്നു അവൾക്ക് ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവ് Whatever she had, she gave it to God. അവൾക്ക് എന്തുണ്ടോ ദൈവത്തിന് കൊടുക്കാൻ She ഒരുക്കമാണ്. received from God, give to God. Receive from God, give to God. ദൈവത്തിൽ നിന്ന് കിട്ടുന്നു, ദൈവത്തിന് കൊടുക്കുന്നു. We all believe that. നമ്മളത് But if വിശ്വസിക്കുന്നു. we lose our job, we begin to get upset. അല്ലേ, നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് നിരാശ Or തോന്നും. if things don't work the way we want, we get upset. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോയില്ല, നിരാശ തോന്നും. Because our heart must today get focused on Jesus. He is our provider, beloved. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കർത്താവിൽ വാസ്തവമായിട്ട് ഊന്നിയിരിക്കണം. ആ കർത്താവാണ് നമുക്ക് വേണ്ടത് തരുന്നത്. He gives you a job because it's part of His grace. തന്റെ കൃപയുടെ ഭാഗമാണ് നമ്മുടെ Never ജോലി. make your job a big idol. നമ്മുടെ ജോലി നമ്മുടെ വിഗ്രഹമല്ല. God has given you health to go and work. It is God who gave you that health. നമുക്ക് ജോലി ചെയ്യാൻ ആരോഗ്യം തന്നു, അത് നമ്മുടെ കഴിവല്ല, ദൈവം തന്ന ആരോഗ്യം. Another idol is people making doctors an idol. അല്ലേ, അനേകർ ഡോക്ടർമാരെ വിഗ്രഹമാക്കുക. Oh, what did the doctor say? What did the doctor say? What did the doctor? Who cares what the doctor said? Has a doctor ever told you that he will heal you? ആമേൻ. ഡോക്ടർ എന്ത് പറയും, ഡോക്ടർ എന്ത് പറയുന്നത്, ഒത്തിരി പേര് പേടിച്ചിരിക്കും. No single doctor, I'm sorry, nobody says, no doctor will ever claim that he can heal you. They will say one thing: we will treat you, but healing comes from God. ആമേൻ, ആമേൻ. ഒരു ഡോക്ടർമാർ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല അവർ നിങ്ങളെ സൗഖ്യമാക്കും. ഡോക്ടർമാർ പറയുന്നത്, ഞാൻ നിന്നെ ചികിത്സിക്കാം. യഥാർത്ഥ സൗഖ്യം നമുക്ക് തരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. If we are to go to a doctor, നമ്മൾ ഡോക്ടറെ അടുക്ക it പോയാൽ is with the confidence that Jesus will heal us. യേശു നമ്മളെ സൗഖ്യമാക്കുന്ന വിശ്വാസത്തോടെ When പോകുന്നത്. we take a medicine, നമ്മളൊരു മരുന്ന് it എടുക്കുമ്പോൾ is with prayer that we take that medicine. നമ്മൾ പ്രാർത്ഥനയോടാണ് മരുന്ന് Oh, എടുക്കുന്നത്. there was a time when among genuine Pentecostals, there were people who did not give any importance to medicine. They said, we don't want any medicine. ആമേൻ. മരുന്നിനും ഡോക്ടർമാർക്കും ഒന്നും ഒരിക്കലും പ്രാധാന്യം കൊടുക്കാത്ത യഥാർത്ഥ ബന്ധക്കോസുകാരുടെ ഒത്തിരി They പേരുണ്ടായിരുന്നു. were confident that God was the healer. ദൈവമാണ് സൗഖ്യദായകനവർക്ക് ധൈര്യമുണ്ടായിരുന്നു. That is not changed. അത് മാറിയിട്ടില്ല. It is God who is your healer. Jesus is your medicine. ആമേൻ. യേശു കർത്താവ് തന്നെയാണ് നിങ്ങളുടെ മരുന്ന്. ദൈവമാണ് നിങ്ങളുടെ I സൗഖ്യദായകൻ. remember the testimony of a man of God in Kerala is well reputed among certain Pentecostal circles.
His mother was an early Pentecostal, and when there was a problem in the family, she said, God has told me not to take medicine. God is capable of healing. And a son, who is now a well-known, reputed preacher, today he's a preacher, is about to die. She said, no, I will stick on to what Jesus has told me. And then a man of God came, a prophet came, and he said, there was a spirit of death around your house. It has been removed because of your faith. That son is preaching the word of God today. ആമേൻ, That ആമേൻ, is ആമേൻ. our Jesus. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ പ്രസിദ്ധനായ ഒരു ദേവദാസന്റെ മാതാവ് ഹല്ലേലൂയ താൻ സിക്കായിരുന്ന സമയത്ത് ഞാൻ മരുന്നെടുക്കത്തില്ല, കർത്താവിൽ ആശ്രയിച്ചു. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. ദൈവം അവർക്ക് സൗഖ്യം കൊടുത്തു. അങ്ങനെ മരുന്നെടുക്കത്തില്ല, കർത്താവ് സൗഖ്യം തരുമെന്ന് ഉറച്ച് ധൈര്യത്തോടെ നിന്നു. ഒരു പ്രവാചകൻ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വീടിന് ചുറ്റിപ്പറ്റി ഒരു മരണാത്മാവ് നിന്നിരുന്നു. എന്നാൽ താൻ വിശ്വാസത്തിൽ കർത്താവിൽ ആശ്രയിച്ച നിമിത്തമായ മരണാത്മാവ് വിട്ടുപോയി. ഇന്ന് പകൽക്കാലവും നമുക്ക് ജീവൻ തരുന്ന കർത്താവിലാണ് നമ്മുടെ ആശ്രയം. People of God, if this lady had taken medicine, the son would have been set free. But the spirit of death would not have gone away from that. Somebody should realize this. ആമേൻ, ഹല്ലേലൂയ. അവർ മരുന്നെടുത്തിരുന്നെങ്കിൽ ഈ മകന് സൗഖ്യമുണ്ടാകുമായിരുന്നു. എന്നാൽ ഈ മരണാത്മാവ് വിട്ടുപോകത്തില്ലായിരുന്നു. God's power is greater than medicine. മരുന്നിനേക്കാൾ വളരെ വലുതാണ് ദൈവത്തിന്റെ God's ശക്തി. power is greater than any demonic spirit. ഏത് പൈശാചിക ബലത്തെക്കാളും അത്യുന്നതമാണ് ദൈവത്തിന്റെ God ബലം. can supernaturally open for you finances if you trust Him. ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ ആ ഭൗമികമായ തലത്തിൽ, കണ്ടിട്ടില്ലാത്ത തലത്തിൽ, That's ചിന്തിക്കാത്ത വിധത്തിൽ നിങ്ങൾക്ക് വേണ്ടി വഴി That's തുറക്കാം. the beautiful picture that we get from this lady's life. അതാണ് ഈ പ്രിയപ്പെട്ട വിധവയിൽ നമുക്ക് കിട്ടുന്ന. Jesus made the second statement, all these have of their abundance cast in unto the offerings of God. ആമേൻ. കർത്താവ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇവരെല്ലാവരുടെ സമൃദ്ധിയിൽ നിന്നിട്ടിരിക്കുന്നു. But she of her penury, that means her nothingness and her willingness to trust me for everything, she has put in all the living that she had, everything that she had. ആമേൻ. എന്നാൽ ഇവളുടെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും ഇട്ടിരിക്കുന്നു. എന്നിലുള്ള ആശ്രയത്താൽ അവിടെ ഇട്ടിരിക്കുന്നു. ഉള്ളത് മുഴുവൻ ഇട്ടിരിക്കുന്നു. Everything that she had. ഉണ്ടത് മൊത്തം ഇട്ടു. Praise God. സ്തോത്രം. That is what we learn in this part. ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് That is പഠിക്കുന്നത്. why God is pleased with her giving. അതാണ് അവളുടെ ആ കൊടുപ്പിൽ ദൈവം A പ്രസാദിക്കുന്നത്. heart that trusts God gave that money. ആമേൻ. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ഹൃദയം കൊടുത്തു. I want to conclude this message today by telling you something about your heavenly riches. നിങ്ങളുടെ സ്വർഗീയ ധനത്തെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ സന്ദേശം അവസാനിപ്പിക്കാനായി. Trading your heavenly riches into this world. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വർഗീയ ധനത്തെ ഭൂമിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന I കാര്യം. want you to know we all have Christ in us. നമുക്കറിയാം നമ്മുടെ എല്ലാം ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. Christ in us, the hope of glory. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. The riches of glory which the Old Testament prophets were looking for. ആമേൻ. പഴയ നിയമ പ്രവാചകന്മാർ ആകാംക്ഷയോട് കാത്തിരുന്ന ദൈവത്തിന്റെ They were ധനമാണ്. all looking for this day when Christ would be manifested, when God would be in the flesh and would manifest. ആമേൻ. അവരെല്ലാം നോക്കി പാർത്തിരുന്നത് ദൈവം ജഡാവതാരം എടുത്ത് വെളിപ്പെടുന്ന സമയത്തെ പറ്റി. But none of them saw it. എന്നാൽ അവരാരും അത് കണ്ടില്ല. We നമ്മളാണ്. have the privilege ആമേൻ. നമുക്കാണ് ഈ പദവി ദൈവം of തന്നിരിക്കുന്നത്. having God in the flesh. ജഡത്തിൽ വന്ന ദൈവത്തെ കൈക്കൊള്ളുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. And therefore we have the riches of Christ in us. നമുക്ക് ആ ക്രിസ്തുവിന്റെ മഹിമാ ധനം നമ്മുടെ ഉള്ളിലുണ്ട്. The Bible says, my God shall supply all your needs according to the riches of His glory. വചനം വ്യക്തമായി നമ്മോട് പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്നെ മഹത്വ ധനത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി And you and I must learn to trade the riches of glory. ആ ദൈവത്തിന്റെ മഹിമാധനത്തെ കൈകാര്യം ചെയ്യുവാൻ നമ്മൾ പഠിക്കണം. Receive from God daily. ദൈവത്തിൽ നിരന്തരം പ്രാപിക്കാം. And now this is something nobody told you, which I'm going to teach you. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ആരെയും പഠിപ്പിച്ചു കാണത്തില്ല. Receive from God ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. and trade with what you receive from God. ആമേൻ. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ അത് ട്രേഡ് ചെയ്യുക, വ്യാപാരം Every ചെയ്യുക. day spend time with God. ഓരോ ദിവസത്തെയും സമയം ചെലവഴിക്കുക. Our generation has become so bad. They wake up at 11 o'clock in the morning because they had an all night, they had a night shift. ആമേൻ. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അനേകർ രാവിലെ ലേറ്റ് ആയിട്ടാണ് No കിടന്നത്. problem. സാരമില്ല. But even if you wake up at 12 o'clock, you should be reading your Bible and praying. First thing to do. ആമേൻ. സാരമില്ല. എപ്പോഴും എഴുന്നേൽക്കുമ്പോൾ ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കുക. What? Is that difficult? അത് പ്രയാസമാണോ? Oh, I couldn't get up at 6 o'clock in the morning because I slept at 2 o'clock. Okay, but you did wake up at 12 o'clock, didn't you? ആമേൻ. രാത്രി 2 മണിക്ക് കിടന്നുറങ്ങി, അതുകൊണ്ട് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. എന്നാൽ 12 മണിക്ക് നീ എഴുന്നേറ്റില്ലേ, അപ്പോൾ നിനക്ക് What's സാധിക്കത്തില്ലേ? the first thing that you do? എന്താണ് നമ്മുടെ ജീവിതത്തിൽ Are you ആരംഭിച്ചിരുന്നത്? taking your iPhone? നമ്മൾ ഐഫോൺ ആണോ നോക്കുന്നത്? Are you going to look into that and see who texted me, who called me? ആരെന്നെ വിളിച്ചു, ആരെ ടെസ്റ്റ് ചെയ്തെന്നാണോ? No, beloved. അല്ല പ്രിയപ്പെട്ടവരെ. The first thing that you do when you wake up, ആമേൻ. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, my Father, thank you for one more day. എൻ്റെ പിതാവേ, ഒരു ദിവസം കൂടി തന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. Open my eyes that I may see the wondrous things from the law.
അങ്ങയുടെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്റെ കണ്ണ് തുറക്കണമേ. Spend 10 minutes, 15 minutes, increase it daily. ആമേൻ. 10 മിനിറ്റ്, 5 മിനിറ്റ് ആയിട്ട്, 10 മിനിറ്റ് ആയി, 15 മിനിറ്റ് അതിനെ വർദ്ധിപ്പിക്കുക. സമയം ദൈവമായുള്ള കൂട്ടായ്മയുടെ സമയം വർദ്ധിപ്പിക്കുക. And then you will see the riches being manifest in your heart. അപ്പോൾ ആ ദൈവത്തിന്റെ കൃപാധനം നിങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നത് അറിയും. And not enough. അത് പോരാ. You will get one word or one idea or one thought from the Holy Spirit. നിങ്ങൾക്ക് ഒരു വചനമോ ഒരു ചിന്തയോ ഒരു ആലോചനയോ ഒരു ദർശനമോ എന്തെങ്കിലും പരിശുദ്ധാത്മാവ് തരും. Speak that the whole day by yourself. ദിവസം മുഴുവൻ നിങ്ങൾക്ക് ദൈവം തന്നത് നിങ്ങൾ വ്യാപാരം ചെയ്യുക, പറഞ്ഞുകൊണ്ടിരിക്കുക. Every day God is speaking. ഓരോ ദിവസവും ദൈവം സംസാരിക്കുക. Psalms 19 tells us that day unto day utters speech. ആമേൻ. പകൽ പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എന്ന് 19-ാം സങ്കീർത്തനം നമ്മളെ And ഓർമ്മിപ്പിക്കുന്നു. God is placing you above it. ദൈവം നമ്മളെ അതിലെ ഉപരിയായ ഒരു തലത്തിൽ ഇരുത്തും. God wants you to speak out what God has put inside you. നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഇട്ടതിനെ നിങ്ങൾ വ്യാപാരം ചെയ്യുവാൻ സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. And when you speak those words, നിങ്ങളുടെ വചനങ്ങൾ the പറയുമ്പോൾ Bible tells you in the book of Isaiah 45, I will go before you and I'll remove all the obstacles and all the barriers that is likely to meet with you. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ വ്യാപാരം ചെയ്യുമ്പോൾ അത് പറയുമ്പോൾ യെശയ്യാവ് 45 പറയുന്ന പോലെ ഞാൻ നിനക്ക് മുന്നമേ കടന്നിരുന്ന താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലെ കണ്ടിച്ച് എന്റെ വചനം നിനക്ക് വേണ്ടി വഴി തുറക്കും. When 2020 none of us expected this dirty evil COVID. ഈ 2020 നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ല ഈ വല്ലാത്ത വ്യാധി കോവിഡ്. I have not come across a single prophet anywhere who said watch out, there is something like this coming. ഹല്ലേലൂയ. പ്രവാചകന്മാരൊന്നും മുന്നമേ ഇതിനെപ്പറ്റി വാണിംഗ് തന്നില്ല. God kept it hidden. ദൈവം അതിനെ മറച്ചു വെച്ചു. Why? എന്തുകൊണ്ടാണ്? When we are facing some things, if you already know, we may do things in the flesh, but when we move in the spirit, God has already opened a door for us there. ആമേൻ. നമ്മൾ മുന്നമേ ഒരു കാര്യം അറിഞ്ഞിട്ട് നമ്മൾ ദൈവം അത് അറിയിച്ചെങ്കിൽ നമ്മൾ ജഡത്തിൽ നിന്ന് അതിന് പ്രതിവിധി കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എന്നാൽ അറിയാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ ആത്മാവിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നിങ്ങൾക്ക് പുതിയ വഴി തുറക്കും. Thousands and thousands of times I have preached, by His stripes we are healed, by His stripes we are healed. You don't realize it. Many of you heard it, many of you stored it in your heart. In a time of crisis, that word began to manifest in your life. Lift your hands and praise. ആമേൻ, ആമേൻ, ആമേൻ. പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്, അവിടുത്തെ അടിപ്പെട്ട ഒരാൾ യേശുവിനെ അടിപ്പെടാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വചനം നമ്മൾ കേട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്, അവിടെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു ക്രൈസിസ് വരുമ്പോൾ ഈ വചനങ്ങൾ നമ്മൾ പുറത്ത് ഉരുവിട്ട് അതിന്മേൽ ജയം പ്രാപിക്കാനിടയാണ്. The word of God is greater than anything in this world. ഈ ലോകത്തിലെ ഏത് അധികാരത്തെക്കാളും വലുതാണ് ദൈവവചനത്തിന്റെ God അധികാരം. continuously speaks to the wind. God continuously speaks to the river and the ocean and the people, to everybody. He speaks. God is calling you as sons to be speaking His word day unto day. ആമേൻ. ദൈവം നിരന്തരം സംസാരിക്കുക. ഹല്ലേലൂയ. പുഴകളോടും മലകളോടും കുന്നുകളോടും താഴ്വരയോടും കാറ്റിനോടും മലയോടും എല്ലാം ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ തന്റെ മക്കളാകുന്ന നമ്മൾ ദൈവത്തിന്റെ വചനം സംസാരിക്കുക ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. When you keep speaking the word of God into your life, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, when you drive for work, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ you speak the word of God. ദൈവവചനം പറയുമ്പോൾ Nobody is listening, but you keep on speaking the word of God. ഹല്ലേലൂയ. ആരും കേൾക്കുന്നില്ല എങ്കിലും നിങ്ങൾ ദൈവവചനം പ്രഖ്യാപിക്കുക. Sometimes tongues will come out. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ അന്യഭാഷകൾ വരും. Sometimes praises will come out. സ്തുതികൾ സ്തോത്രങ്ങൾ വരും. When you do that, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ you are trading with the word the things of the world which are otherwise detrimental to you. They'll begin to move out. Amen. 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 The word begins to move forward. Hallelujah. Move forward. Hallelujah. അങ്ങനെ ദൈവത്തിന്റെ വചനം നിങ്ങൾ വ്യാപാരം ചെയ്യുമ്പോൾ, അത് നിങ്ങളുടെ നാവിൽ കൂടെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, നിനക്ക് പ്രതികൂലമായി വരുന്ന കൈയെഴുത്തുകൾ പരിശുദ്ധാത്മാവ് ദൈവവചനത്താൽ മാറ്റി നിനക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കുകയാണ്. Somebody receive it in Jesus. Hallelujah. People of God, we are given the word of God. നമുക്ക് ദൈവവചനം ദൈവം തന്നിട്ടുണ്ട്. The word of God is in your mouth and near your heart. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വായിലും ദൈവം തന്നിട്ടുണ്ട്. When you open your mouth, the Bible says in Psalms 81:10, open your mouth wide and I will fill it. ഹല്ലേലൂയ. നിന്റെ വായ് വിസ്താരിച്ച് തുറക്കാൻ ഞാൻ അത് നിറയ്ക്കുമെന്ന് വചനം പറയുന്നു. Every morning when you get up, ഓരോ ദിവസം നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, Lord, I depend on you, I trust in you, you are my provider. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, എന്റെ രക്ഷ നിന്നിൽ നിന്ന് വരുന്നു, നീയാണ് എന്റെ യജമാനൻ, And നിന്നിൽ then God gives ആശ്രയിക്കുന്നു. you His word in your mouth. ഹല്ലേലൂയ. നിന്റെ വചനം എന്റെ വായിൽ നിറയട്ടെ. I shall be the head and not the tail. ഞാൻ വാലല്ല In തലയായിരിക്കും. my circumstance, I shall be the head and not the tail. ഏത് സാഹചര്യത്തിലും ഞാൻ തലയായിരിക്കും. I shall not be a shame, I shall be a fame.
ഹല്ലേലൂയ. ഞാൻ നിന്ദിക്കപ്പെടുകയില്ല, ഞാൻ പ്രസിദ്ധനാകും. Because I have the word of the Lord in me. അതുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ ദൈവവചനം എന്റെ വായിലുണ്ട്. My children shall serve the Lord. എന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ സേവിക്കും. This word of God which is in my mouth shall not be taken away from my children or their ഹല്ലേലൂയ. children. എന്റെ വായിൽ ദൈവം തന്ന വചനം എന്റെ കുഞ്ഞുങ്ങളിൽ നിന്നും അവരുടെ തലമുറയിൽ നിന്നും അവരുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നും ഒരിക്കലും മാറത്തില്ല. These are simple words that you can speak to yourself every day. Very simply, I tell you, these words have greater power than atomic bombs or nuclear bombs or governments in the world. None of them have strength over the simple. ഹല്ലേലൂയ. ദൈവം നമുക്ക് ദൈവവചനത്തിൽ കൂടി തന്നിരിക്കുന്ന ഈ വാഗ്ദത്ത വചനങ്ങൾ, ആത്മാവും ജീവനുമാകുന്ന വചനങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചാൽ ഈ ലോകത്തിലെ ഒരു അറ്റോമിക് ബോംബിനോ ഒരു നാഗസാക്കിക്കോ ഒന്നിനും തൊടാൻ വയ്യാത്ത വലിയ ആത്മശക്തി ഈ വചനത്തിലുണ്ട്. That is why we are asking you, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, trade the riches of glory. ദൈവത്തിന്റെ ആ മഹിമാ ധനം നിങ്ങൾ വ്യാപാരം ചെയ്യുക. You have the word of God in you. നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനമുണ്ട്, Speak it out. അത് സംസാരിക്കുക. So that the riches of glory will manifest for you. അതുകൊണ്ട് ആ മഹിമാ ധനം നിങ്ങളിൽ കൂടെ വെളിപ്പെടും. How many of you can say an amen to what I എത്ര said? പേര് ഈ പറഞ്ഞതിനോട് ആമീൻ പറയും? Did you connect with the Spirit today? നിങ്ങൾ ആത്മാവുമായി ബന്ധപ്പെട്ടോ? Were you able to flow with what I taught you? ഞാൻ നിങ്ങളുടെ പഠിപ്പിച്ചതുമായിട്ട് ഒഴുകാൻ Are you പറ്റുമോ? ready to practice it in your life? അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ When you കഴിയും. obey the word of God, God will show you greater revelation. നിങ്ങൾ ദൈവവചനം അനുസരിക്കുമ്പോൾ കൂടുതൽ വെളിപ്പാട് ദൈവം തരും. When you obey one step, God will show you the second step. നിങ്ങൾ ഒന്നാമത് ചുവട് വെക്കുമ്പോൾ രണ്ടാമത് ചുവട് ദൈവം We are തരും. going to sing this song. നമ്മൾ ഈ പാട്ട് പാടാൻ പോവാം. I am